അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോടുള്ള കാരുണ്യം കാരണം ഈ പ്രകൃതിയിലുള്ള ഗന്ധങ്ങളുടെ വൈവിധ്യം ഇത്രയാണ്. ഒരേ വെള്ളവും ഒരേ സൂര്യപ്രകാശവും ഒരേ ജലവും ലഭിക്കുന്ന സസ്യങ്ങൾ നിർമ്മിക്കുന്ന ഗന്ധങ്ങളുടെ വൈവിധ്യം എത്രയാണ്. ലക്ഷക്കണക്കിന് പുഷ്പങ്ങൾ, ഓരോന്നിനും ഓരോ ഗന്ധാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊന്നും ഇല്ലാതെയും സൃഷ്ടിക്കായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എത്ര വിരസായിരിക്കും നമ്മുടെ ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ എത്ര മനോഹരമായിട്ട് സൃഷ്ടിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ അത് മനുഷ്യനോടുള്ള കാരുണ്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ അധ്യായം സൂറത്തുർ റഹ്മാൻ. ആ സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകപ്പെട്ട ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം സൂറത്തുർ റഹ്മാന്റെ 12-ാമത്തെ വചനത്തിൽ വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ, സുഗന്ധം പരത്തുന്ന സസ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു എന്നുള്ള സുഗന്ധം പരത്തുന്ന സസ്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ലോകത്ത് ബില്യൺ കണക്കിന് ലാഭം കൊയ്യുന്ന പെർഫ്യൂം ഇൻഡസ്ട്രി, അതെല്ലാം ഈ സുഗന്ധമാണ് അവർ വിറ്റ് കാശാക്കുന്നത്. പല സന്ദർഭത്തിൽ അവര് പ്രകൃതിയിലുള്ള സുഗന്ധങ്ങൾ അനുകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കോടിക്കണക്കിന് വില മതിക്കുന്ന ഊത് പോലെയുള്ള വൃക്ഷങ്ങളെല്ലാം പ്രകൃതിയിൽ കാണാൻ സാധിക്കും. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി നൽകപ്പെട്ടതാണ്. അത് മാത്രമല്ല, നമ്മുടെ വ്യക്തിതലത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ആ ഒരു അനുഗ്രഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ തുടക്കത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഭക്ഷണം കഴിക്കുന്നത് അതിജീവനത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മൾ ഭക്ഷണം ആസ്വദിക്കാറുണ്ട്. ആ ഭക്ഷണം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ നാവല്ല. പല ആളുകൾ തിരിച്ചറിയാറില്ല. നമ്മുടെ നാവ് കൊണ്ടല്ല നമ്മുടെ ഭക്ഷണം ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ ഗന്ധാണ്. നമ്മുടെ നാവിൽ 5 അടിസ്ഥാനപരമായിട്ടുള്ള രുചികൾ, ടേസ്റ്റുകൾ അറിയാനുള്ള, തിരിച്ചറിയാനുള്ള രസമുകുളങ്ങൾ, ടേസ്റ്റ് ബഡ്സ് മാത്രമാണ് നാവിലുള്ളത്. മധുരം, പുളി, ഉപ്പ്, അതേപോലെ തന്നെ കയ്പ്, ഉമാമി, ഈ 5 അടിസ്ഥാന ടേസ്റ്റുകൾ തിരിച്ചറിയാനുള്ള രസമുകുളങ്ങൾ മാത്രമാണ് നാവിലുള്ളത്. അതല്ലാതെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഫ്ലേവറുകൾ മൊത്തം നമുക്ക് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഗന്ധമാകുന്ന ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ പറയാറുള്ളത് സ്മെൽ പ്ലസ് ടേസ്റ്റ് ഈസ് ഈക്വൽ ടു ഫ്ലേവർ. സ്മെല്ലും ടേസ്റ്റും കൂടിച്ചേരുന്ന സന്ദർഭത്തിൽ മാത്രമാണ് നമുക്ക് ഫ്ലേവർ ലഭിക്കുന്നത്. നമുക്കറിയാം ഓരോ ഭക്ഷണത്തിന് ഒരു ഫ്ലേവർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഓരോ ഫുഡിന്റെയും ഫ്ലേവർ വീലുകൾ കാണാൻ സാധിക്കും. നിരവധി വർണ്ണങ്ങളിലുള്ള ആ ഫ്ലേവർ വീലിന്റെ മനോഹരമായിട്ടുള്ള ചിത്രം കാണാൻ സാധിക്കും. ആ ഫ്ലേവർ നമ്മൾ ആസ്വദിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം യഥാർത്ഥത്തിൽ ഗന്ധാണ്. ഗന്ധമില്ലെങ്കിൽ ഫ്ലേവർ ഇല്ല എന്നുള്ള സംശയമുള്ള ആളുകൾ നമ്മളെ മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് ഏതെങ്കിലും നല്ല ഫ്ലേവറിൽ ഏതെങ്കിലും ഒരു ഭക്ഷണം, ഇപ്പൊ വെനിലയുടെ ഒരു ഐസ്ക്രീം നിങ്ങൾ മൂക്ക് പൊത്തിപ്പിടിച്ചുകൊണ്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേവലം മധുരം മാത്രമേ നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ, ഫ്ലേവർ ലഭിക്കില്ല. ആ മൂക്കിൽ നിന്ന് പിടിപിടുന്ന സന്ദർഭത്തിലായിരിക്കും ആ വെനിലയുടെ ഫ്ലേവർ നമ്മളിലേക്ക് വരിക. യഥാർത്ഥത്തിൽ ഗന്ധമുള്ളത് കൊണ്ടാണ് ഫ്ലേവർ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ജലദോഷം എല്ലാം വരുന്ന സന്ദർഭത്തിൽ ഭക്ഷണത്തിന് നമുക്ക് സ്വാദ് ലഭിക്കാത്തത്. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ അതിജീവനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഇന്ദ്രിയം കൂടെയാണ് നമ്മുടെ ഗന്ധം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ചുറ്റുപാടിലുള്ള അപകടങ്ങളെല്ലാം പല സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഗന്ധത്തിലൂടെയാണ്. പഴയ കാലം മുതൽ തന്നെ ഏതെങ്കിലും ഒരു ഭക്ഷണം കേടുവന്നാൽ അത് നമ്മുടെ കാഴ്ചയിലെല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷെ അത് കേടുവന്നെന്ന് പല സന്ദർഭത്തിൽ നമ്മൾ അറിയുന്നത് അത് മണത്ത് നോക്കിയിട്ടാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളറിയാം, നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഉപയോഗിക്കുന്ന ഗ്യാസ്, ആ നാച്ചുറൽ ഗ്യാസ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനൊരു ഗന്ധവുമില്ല, മറിച്ച് അതിന്റെ അപകടങ്ങൾ പെട്ടെന്ന് മണത്തറിയാൻ വേണ്ടി ആ ഗ്യാസിലേക്ക് അവർ മെർക്കാപ്റ്റിൻ എന്നറിയപ്പെടുന്ന സൾഫർ പോലെയുള്ള ഒരു കോമ്പൗണ്ട് അവർ ആഡ് ചെയ്യാണ്. അതിലേക്ക് ചേർക്കുന്ന സന്ദർഭത്തിലാണ് ഗ്യാസ് എല്ലാം ലീക്ക് വരുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അത് മണത്തറിഞ്ഞ് നമ്മൾ പ്രതികരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേൾവിയേക്കാൾ അല്ലെങ്കിൽ കാഴ്ചയേക്കാളെല്ലാം തലച്ചോറുമായിട്ട് അതല്ലെങ്കിൽ വിശിഷ്യ മെമ്മറിയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ദ്രിയം എന്നുള്ളത് നമ്മുടെ ഗന്ധാണ്. സുബ്ഹാനല്ലാഹ്. ആധുനിക പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഘ്രാണശക്തിയാണ് മറ്റുള്ള ഇന്ദ്രിയങ്ങളെക്കാൾ, കാഴ്ചയേക്കാൾ, കേൾവിയേക്കാൾ എല്ലാം മസ്തിഷ്കത്തിലെ ഓർമ്മയെ നിയന്ത്രിക്കുന്ന ഭാഗവുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധിപ്പിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേകമായിട്ട് ന്യൂറോൺ, ഓൾഫാക്ടറി ന്യൂറോൺ എന്നറിയപ്പെടുന്ന പ്രത്യേക ന്യൂറോണുകളുണ്ട്. അപ്പൊ നമ്മുടെ മസ്തിഷ്കത്തിലെ ടെമ്പറൽ ലോബിലുള്ള അമിഗ്ല എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് മനുഷ്യന്റെ വികാരങ്ങളെ, ഭയം, അതേപോലെ തന്നെ നമ്മുടെ പ്രതികരണങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് അമിഗ്ല. ഈ അമിഗ്ലയുമായിട്ടാണ് നമ്മുടെ സ്മെല്ലിനെ ഡയറക്റ്റ് ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്. അമിഗ്ല, അപ്പൊ നമുക്കറിയാം, നമ്മള് ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാള് ഒരു പാമ്പിനെ കാണുന്ന സന്ദർഭത്തിൽ ആ പാമ്പ് അപകടമാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെടുന്ന സന്ദർഭത്തിൽ അമിഗ്ലയിൽ ആ ഒരു അനുഭവത്തെ ഒരു ഫയലായിട്ട് അവിടെ സേവ് ചെയ്യും. പിന്നീട് രണ്ടാമത് പാമ്പിനെ കാണുന്ന സന്ദർഭത്തിൽ ഉടനെ തന്നെ ആദ്യം സേവ് ചെയ്ത ഫയല് തുറക്കപ്പെടും, ഉടനെ തന്നെ നമ്മളിൽ നിന്ന് ഒരു റെസ്പോൺസ് വരാൻ. അതേ രൂപത്തിൽ തന്നെ സ്മെല്ലും അതുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള കാരണം, ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ഗ്യാസ് ലീക്കാകുന്നത് അപകടമാണെന്ന് ആദ്യമായിട്ട് തിരിച്ചറിയപ്പെടുന്ന സന്ദർഭത്തിൽ
ആ അമിഗ്ഡലയിൽ ആ ഒരു അനുഭവം അവിടെ സേവ് ചെയ്യും. രണ്ടാമത് ഗ്യാസ് ലീക്ക് ചെയ്യുന്ന അത്തരത്തിലൊരു അനുഭവം വരുന്ന ഉടനെ തന്നെ നമ്മൾ പ്രതികരിക്കാനുള്ള കാരണം ഈ മെമ്മറിയെയും അതേപോലെ തന്നെ സ്മെല്ലും അഭേദ്യമായിട്ട് ബന്ധിപ്പിച്ചതുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്. പ്രത്യേകമായിട്ട് ഓർഡർ ഇവോക്ഡ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നറിയപ്പെടുന്ന ഒരു ടേം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത് മാത്രമല്ല, അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആ ഗർഭസ്ഥ ശിശു പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യം തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നത് കാഴ്ചയേക്കാൾ കേൾവിയേക്കാളെല്ലാം മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ഗന്ധാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടി ആദ്യം തിരിച്ചറിയുന്നത്, അതായത് കുട്ടിയുടെ മെമ്മറി ഡാറ്റാ ബാങ്കിൽ ആദ്യമായിട്ട് നിക്ഷേപിക്കപ്പെടുന്ന ഡാറ്റ എന്നുള്ളത് മാതാവിന്റെ ഗന്ധാണ്. സുബ്ഹാനല്ലാഹ്. ഗന്ധത്തിലൂടെയാണ് മാതാവിനെ കുട്ടി തിരിച്ചറിയുന്നത്. മാതാവിന്റെ സാന്നിധ്യം തുടക്കത്തിൽ കുട്ടി തിരിച്ചറിയുന്നതെല്ലാം ആ മാതാവിന്റെ ഗന്ധത്തിലൂടെയാണ്. അതെ, ഓരോ മനുഷ്യന് യഥാർത്ഥത്തിൽ ഓരോ ഗന്ധമുണ്ട്. അത്ഭുതം എന്താന്ന് വെച്ചാൽ നമ്മുടെ വിരൽ തുമ്പിലെ ഫിംഗർ പ്രിന്റ് പോലെ ഓരോ മനുഷ്യനും ഓരോ ഗന്ധമുണ്ട് എന്നുള്ളത്. അത് ബയോ ഐഡന്റിറ്റി കാർഡ് എന്നാണ് പറയാറുള്ളത്. അതിനുവേണ്ടി പ്രത്യേക ജീൻ, MHC ജീൻ എന്നറിയപ്പെടുന്ന ജീൻ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ട്. എന്റെ ശരീരഗന്ധം പോലെയല്ല മറ്റൊരാളുടെ ഗന്ധം. ഓരോ മനുഷ്യന്റെയും ഗന്ധം വിരൽ തുമ്പ് പോലെ വ്യത്യാസമുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു കുറ്റവാളി, ഒരു കുറ്റം ചെയ്ത ഒരു കുറ്റവാളി അന്വേഷിച്ച് അയാളെ അന്വേഷിച്ച ആ നായ അടുത്ത വീട്ടിലേക്ക് പോകാതെ കൃത്യമായിട്ട് അയാളുടെ വീട്ടിലേക്ക് എന്നെ തേടിയെത്താനുള്ള കാരണം ഓരോ മനുഷ്യനും യുണീക്കായിട്ടുള്ള ഗന്ധമുണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്.